ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു യു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് വിധിയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ്. എനിക്കറിയാം നിങ്ങൾ പറയുന്നത് എന്തോ, നീ ചേച്ചി എന്തോ ഈ കാണിക്കുന്നു, വരും വീഡിയോ ഇടും പോകും, വരും വീഡിയോ ഇടും, അതല്ലേ നിങ്ങൾ പറയുന്നത്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരുന്നപ്പോഴാണ് ആ പഠിത്തമെല്ലാം കഴിഞ്ഞല്ലോ, ഇനി നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടാണ് ചാനൽ തുടങ്ങിയത്. അതുവരെ ജഗാൻ കിടക്കുമെന്ന് പറഞ്ഞാൽ പോലും ഒരു ബന്ധുക്കാരും വരത്തില്ല. ഞാൻ ഈ ചാനൽ തുടങ്ങിയതും ബന്ധുക്കാരൊക്കെ ഘോഷയാത്രയാണ്. എന്ത് കാര്യത്താന്നറിയത്തില്ല, ഡെയിലി ആരെങ്കിലും വരും. ആരെങ്കിലും ഒക്കെ വരുന്നതാണോ, ഓ നീ ക്ലാസ് ഒക്കെ കഴിഞ്ഞിരിക്കുമല്ലേ, നീ വീട്ടിലോട്ട് വന്നിട്ട് അവളുമാർക്കൊക്കെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ പ്രഷർ ചെയ്യുക. നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നതേ എനിക്ക് ഇഷ്ടമല്ല, അതിനിടയ്ക്കല്ല ഞാനിനി നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പോകുന്നത് എന്നുള്ള മാനസികാവസ്ഥയിലാണ് ഞാനിരിക്കുന്നത്. എന്ത് പറയാൻ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇടയ്ക്ക് നമ്മളിങ്ങനെ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലാണ് നമ്മൾ തട്ടിയും മുട്ടിയൊക്കെ വീഡിയോ ചെയ്തുകൊണ്ട് പോകുന്നത്. എല്ലാവരും ക്ഷമിക്കുക. എന്റെ മാക്സിമം ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വീഡിയോ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഞാനിപ്പോ ഈ കാര്യം പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമന്റ് ഉണ്ടായിരുന്നു, പിന്നെയും കാണാതെ പോയോന്ന്. അത് കേട്ടപ്പോ എനിക്ക് സത്യമായിട്ടും ചിരി വന്നു കേട്ടോ. നിങ്ങൾ എന്നെ മിസ് ചെയ്യുന്നുണ്ടോന്ന് അറിയുമ്പോൾ സത്യമായിട്ടും മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുറെ പേര് മെസ്സേജ് അയച്ചായിരുന്നു, എപ്പോഴാ ചേച്ചി വീഡിയോ ഇടുന്നത്, എന്താ ചേച്ചി വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ആ ചോദിച്ച എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം വഴി കിട്ടിയില്ലേ, അപ്പം സോറി. നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. നമ്മുടെ ജിയായും മാസവും കൂടെ സംസാരിച്ചോണ്ട് വരും. അപ്പൊ ജിയ ഭയങ്കര ഫീലിങ്സ് ആയിട്ട് പറയും, നീ ഒന്നും ഒത്ത് വിഷമിക്കേണ്ട, നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയും. പക്ഷെ നമ്മുടെ മാസം ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തൊന്നും ഇല്ല. മുതലാളി പറയുന്ന ഒരു ആശ്വാസ വാക്കായിട്ട് മാത്രമേ അവൻ എടുത്തുള്ളൂ. അവനൊക്കെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അതങ്ങ് വിടും. അങ്ങനെ ചെറുക്കൻ നേരെ അവിടുന്ന് വീട്ടിൽ വന്ന് കിടക്കുന്നതിന് മുമ്പ് അവൻ ആ റോഡ് സൈഡിലുള്ള ആളൊരു നെക്ലേസ് കൊടുത്തില്ലേ, ആ മാല എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയും, മിറാക്കിള് നടക്കുന്നു. എന്ത് മിറാക്കിള്, എനിക്കിതിലൊന്നും യാതൊരു വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ മാല വെച്ചിട്ട് ഇവൻ കിടന്നുറങ്ങും. ഉറക്കത്തിൽ ഇവനൊരു സ്വപ്നം വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്റെ ലവറും കൂടെ ഒരു തിയേറ്ററിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തില്ല, ആ തിയേറ്ററാണ് സ്വപ്നത്തിൽ വരുന്നത്. ഇവന്റെ ആ ബോയ് ഫ്രണ്ട് ഇല്ല, അവൻ അവിടെ നിന്ന് ഇങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴേക്കും ഇവനാണെങ്കിൽ അവനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ വിളിച്ചിട്ടൊന്നും അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. അവനാണെങ്കിൽ ഇവനെ കാണുന്നതും ഇല്ല, പക്ഷെ ഇവൻ അവനെ കാണാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫയർ അലാറം അടിക്കുന്നത്. അവന് രക്ഷപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവൻ ഇറങ്ങി വരാൻ വേണ്ടി പോകുമ്പോഴേക്കും ആരോ കിടന്ന് കരയുന്നു, രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട്. അവൻ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ആളെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. അങ്ങനെ പോകുമ്പോഴാണ് അവൻ ആ തീയിൽ പെട്ടുപോകുന്നത്. ഇത് കണ്ടിട്ട് ഇവൻ ഭയങ്കര ഷോക്കായിട്ട് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കും. എന്നിട്ട് ഇവൻ തിരിഞ്ഞ നെക്ലേസ് നോക്കും. ഇവന് മനസ്സിലാവും, ഇത്ര നാളും അവൻ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു വിഷ്വല്. ആ തിയേറ്ററിനകത്ത് എന്താ നടന്നതെന്ന് അവൻ അറിയില്ല. പോലീസുകാർ അവനെ അകത്തോട്ട് കയറ്റിയില്ല. ഈ ഫയർ ഒക്കെ നടന്നതിന് ശേഷമാണ് അവൻ തിയേറ്ററിന് പുറത്ത് തന്നെ വരുന്നത്. ആ തിയേറ്ററിനകത്ത് നടന്ന കാര്യം എന്താണെന്ന് അവൻ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഈ നെക്ലേസ് കിട്ടിയത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു സ്വപ്നം തന്നെ കണ്ടത് എന്ന്. ഇത് മനസ്സിലാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ആ റോഡ് സൈഡിലുള്ള ആളെ കാണാൻ വേണ്ടി ചെല്ലും. കയ്യിൽ എപ്പോഴത്തെ പോലെ തന്നെ ഫുഡൊക്കെ മേടിച്ചിട്ടാ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴേക്കും അയാൾ അവിടെ ഇല്ല, അവിടെ മൊത്തം തപ്പും. കുറെ കഴിയുമ്പോൾ അയാളെ കണ്ടുപിടിക്കും. എന്നിട്ട് ഇവൻ ഫുഡ് കൊടുക്കുമ്പോഴേക്കും അയാൾക്ക് മനസ്സിലാവും ഇവനിങ്ങനെ സ്വപ്നം കണ്ടിട്ടാ വന്നതെന്ന്. പിന്നെ അയാൾ തന്നെ ചോദിക്കും, എന്താ നിന്റെ ലവറെ നീ സ്വപ്നത്തിൽ കണ്ടിട്ടാണോ നീ എന്നെ അന്വേഷിച്ച് വന്നത് എന്ന് ചോദിക്കും. ഇവൻ ഷോക്കായിട്ട് ചോദിക്കും, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം, സ്വപ്നമൊക്കെ കണ്ടതിന്റെ പുറകെ നിങ്ങളാണ് എന്ന്. അങ്ങനെ സ്വപ്നത്തിന്റെ പുറകെ നിങ്ങളാണെങ്കിൽ പ്ലീസ് ഒരു വട്ടമെങ്കിലും എന്നെ അവന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോകുമോ? അന്ന് ആ സംഭവം നടക്കുമ്പോൾ അവന്റെ അടുത്ത് ഉണ്ടെങ്കിൽ അവൻ ആ അബദ്ധം വരാതെ ഞാൻ അവനെ രക്ഷിക്കും. പ്ലീസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്നും കൂടെ അവന്റെ അടുത്ത് എത്തിക്കുമോന്ന് ചോദിക്കും. പാവം ഉണ്ടല്ലോ. ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. നമ്മളെ ബ്രേക്കപ്പ് ചെയ്ത് പോയവര്, അല്ലെ ഡിവോഴ്സ് ചെയ്ത് പോയവര്, അല്ലെ നമ്മളുടെ അവരുടെ ഒരു തെറ്റ് കൊണ്ട് നമ്മളെ പിരിയുന്നത് ഭയങ്കരമായിട്ട് നമുക്കത് മറക്കാൻ പറ്റും. അല്ലെ ഫാമിലിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ബ്രേക്കപ്പ് ആകുന്നത്, അതൊക്കെ നമുക്ക് ഒരു കാലഘട്ടം കഴിയുമ്പോഴേക്കും നമ്മൾ മറക്കും. പക്ഷെ ഈ മരിച്ചു പോകുക എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കാലങ്ങളാകുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ നമ്മൾ ഓർത്തിരിക്കത്തേ ഉള്ളല്ലേ. ഭയങ്കര പെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇത്. ഇവനിങ്ങനെ ഒന്നും കൂടെ അവന്റെ അടുത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകാവോ എന്ന് ചോദിക്കുമ്പോ ആദ്യമൊക്കെ ഇയാൾ എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ രക്ഷപ്പെടാനൊക്കെ നോക്കുമെങ്കിലും ഇവൻ ഭയങ്കരമായിട്ട് പ്ലീസ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുമ്പോ പറയും, ഓക്കെ ശരി, നിന്റെ ലവറിന്റെ അടുത്ത് ഞാൻ നിന്നെ ഒന്നും കൂടെ കൂട്ടിക്കൊണ്ട് പോയാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഉടനെ പറയും, കൂട്ടിട്ട് പോയ എന്ത് ചെയ്യുന്നു, ഞാൻ അവനെ രക്ഷിക്കും, ആ ആപത്തിന് ഞാൻ അവനെ രക്ഷിക്കും എന്ന് പറയുന്ന കേട്ടത് ഉടനെ അങ്കിള് പറയും, അതൊന്നും നടക്കത്തില്ലടാ, ഒരു കാര്യം നടന്നതാണ്, അതിൽ ചെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല, പ്ലീസ് ഞാൻ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കും പ്ലീസ് എന്ന് പറയുമ്പോ അങ്കിള് പറയും, അതൊന്നും നടക്കത്തില്ലടാ, ഒരാളുടെ ആയുസ് തീർന്ന അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിന്നെ ചെന്നിട്ട് അതിലൊരു ചേഞ്ചും വരുത്തി ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. അവന്റെ ആയുസ്
തീർന്നിട്ടുണ്ടെങ്കിൽ അവൻ മരിച്ചു പോകാൻ ചെയ്യും. നീ ചെന്നിട്ടും വലിയ പ്രയോജനമൊന്നും വരത്തില്ല എന്ന് പറയും. പക്ഷെ ഇയാൾ എന്തൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കേൾക്കാതെ ഇവൻ പറയുന്ന ഒറ്റക്കാരെ പ്ലീസ് ഞാൻ ഒന്നും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് അവനെ രക്ഷിക്കാൻ കഴിയുമെന്ന്, പ്ലീസ് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് എന്ന് പറയും. ഇവനിങ്ങനെ നിർബന്ധിക്കുന്നത് കാണുമ്പോഴേക്കും ഇയാൾ ഒന്നും മിണ്ടാതെ ഇവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. ഉടനെ ഇവൻ കണ്ണടയ്ക്കും. ഇവൻ കണ്ണടച്ചു തുറക്കുന്നതും കാലങ്ങളെല്ലാം പുറകോട്ട് പോകും. ഏത് ദിവസമാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ലവർ ആണെങ്കിൽ ഇവനെ വിളിച്ചിട്ട് പറയത്തില്ലേ ഞാൻ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സിനിമ കാണാൻ പോകാന്ന് പറയത്തില്ല. ആ ദിവസത്തിലോട്ട് വരും. ഇവൻ ആദ്യം ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവന്റെ ലവർ കോൾ ചെയ്യുന്നത്. ഇവൻ കോൾ എടുത്തതും അവൻ ഇങ്ങോട്ട് വാടാന്ന് പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി പറയും ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ കടയിൽ നിന്ന് ഇറങ്ങും. ലാസ്റ്റ് ഡെലിവറി കൊടുക്കാൻ നിൽക്കുന്നോണ്ടല്ലേ ഇവൻ അവന്റെ അടുത്ത് താമസിച്ച് ചെല്ലുന്നതും തിയേറ്ററിൽ കത്തുമ്പോഴേക്കും അവനെ രക്ഷിക്കാൻ പറ്റാതാവുന്നതും. അതുകൊണ്ട് തന്നെ എന്ത് ഇവൻ ലാസ്റ്റ് ഡെലിവറി കൊടുക്കാൻ നേരെ അങ്ങോട്ട് പോകും. ഓടിപ്പിടിച്ച് തിയേറ്ററിൽ ചെല്ലുമ്പോഴേക്കും അവന്റെ ലവർ അവിടെ ഉണ്ട്. കണ്ടതും ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിപ്പോയി ഹഗ് ചെയ്യും. ഇന്നലെ സ്വപ്നത്തിൽ കണ്ടപ്പോഴേക്കും മുഖം പോലും നല്ലപോലെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമായിട്ട് അവനെ കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിച്ച് സന്തോഷമായിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പം തിയേറ്റർ കത്തി തീയൊക്കെ പിടിച്ച് ആക്സിഡന്റ് സംഭവിക്കുമല്ലോ എന്ന് ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് തന്നെ പറയും വാടാ നമുക്ക് പോകാം, വാ നമുക്ക് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് പുറത്തു പോകും, നീ വാടാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നിർബന്ധിക്കും. പക്ഷെ ഇവനൊന്നും മനസ്സിലാകത്തില്ലല്ലോ. ഉടനെ ഇവൻ പറയും എന്തിനാടാ പോകുന്ന സിനിമ കാണാവാ ഇരിക്കുന്നു പറയും. ഇങ്ങനെ രണ്ടുപേരും കൂടെ തർക്കിച്ചോണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് തന്നെ ഫയർ അലാറം അടിക്കും. പറയുടെ കണ്ടു ഇവിടെ തീ പിടിക്കാൻ പോകും, നീ പെട്ടെന്ന് വാടാ നമുക്ക് വാടാന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ ഇവര് പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും ഒരു ലേഡി കിടന്ന് ഭയങ്കര കരച്ചില്ല. ആരെങ്കിലും എന്റെ മോനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഫുൾ തിയേറ്ററും തീ ഇങ്ങനെ കത്തി വരുവാണ്. ഇത് കേട്ടത് ഈ ലവർ എന്ത് അങ്ങോട്ട് പോകാൻ വരുമ്പോഴേക്കും ഇവൻ കൈ പിടിച്ചിട്ട് പറഞ്ഞു നീ അങ്ങോട്ട് പോകല്ലോ പ്ലീസ് എന്റെ കൂടെ വാ, നീ പുറത്തോട്ട് വാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നിർബന്ധിക്കും. ഇവൻ പിടിച്ചു വലിച്ചിട്ടൊന്നും അവൻ വരത്തില്ല. അവൻ പറയാം എനിക്ക് അവരെ രക്ഷിക്കണം, ആ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കണം, ഞാൻ രക്ഷിച്ചിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് ബലം പിടിക്കും. അവൻ ഭയങ്കര ദേഷ്യത്തിൽ ഇവനോട് പറയും നീ ഒരു കാര്യം ചെയ്ത് നീ പുറത്തോട്ട് പോയി, എനിക്ക് അവരെ രക്ഷിക്കാതെ വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ പുറത്തോട്ട് പോകുന്ന പറയുന്ന സമയത്ത് പെട്ടെന്ന് പോലീസും ആൾക്കാരൊക്കെ ഓടി വന്ന് ഇവനെ അങ്ങ് പുറത്തോട്ട് കൊണ്ടുപോകും. അവൻ നടന്നതുപോലെ തന്നെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പോയി ആ വിപത്തിൽ അവൻ മരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ചെറുക്കൻ ഇപ്പൊ കണ്ണടച്ച് ഇതെല്ലാം സ്വപ്നം പോലെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ കണ്ണുറക്കുമ്പോഴേക്കും അവൻ തന്നെ ഇങ്ങനെ മനസ്സിലാക്കും അവൻ വീണ്ടും റിട്ടേൺ തിരിച്ചു പോയിട്ടും അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പൊ അവന്റെ ആയുസ് തീർന്ന് അവൻ മരണപ്പെട്ടതാണെന്ന് മനസ്സിലാക്കും. അവൻ അത്ര റിസ്ക് എടുത്ത് ചെന്നിട്ട് പോലും വിധിയിൽ യാതൊരു ചേഞ്ചും വരുത്താൻ പറ്റിയില്ല. അപ്പൊ അവൻ മരിച്ചതിന്റെ കാരണം ഞാൻ താമസിച്ച് ചെന്നതല്ല എന്നുള്ള സത്യം അവൻ മനസ്സിലാക്കും. ഇവൻ കണ്ണുറക്കുമ്പോഴേക്കും ആ റോഡില് വീട്ടിലാ കിടക്കുന്ന ആ അങ്കിൾ ഉണ്ടല്ലോ അയാൾ അവിടെ ഒന്നും ഇല്ല. പക്ഷെ അയാൾ പറഞ്ഞതുപോലെ തന്നെ ഇത്ര റിസ്ക് എടുത്ത് തിരിച്ചു ചെന്നിട്ട് യാതൊന്നും ചേഞ്ച് ചെയ്യാനും പറ്റിയില്ല. അവന്റെ ആയുസാണെങ്കിലും തീർന്ന് അവൻ മരണപ്പെടുകയും ചെയ്ത് ഇവനാണെങ്കിൽ അപ്പോഴേക്കും ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് അല്ലായിരുന്നു ഇവൻ കാരണമാണ് അവൻ മരിച്ചതെന്ന്, ഇവൻ താമസിച്ച് എന്നതുകൊണ്ടാണെന്ന്. അപ്പോഴേക്കും ഇതൊന്നും അല്ല കാരണം അവന്റെ ആയുസ് തീർന്നുകൊണ്ടാണ് അവൻ മരിച്ചത് എന്നൊക്കെ ഇവന് മനസ്സിലാക്കിയിട്ട് ഇവൻ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പോ ഒരു പാലം പോലെ ഒരു സ്ഥലത്ത് വരും. അവിടെ വരുമ്പോഴേക്കും ഇവന് പഴയ കുറെ ഓർമ്മകളൊക്കെ വരും ഇവന്റെ ലവറുമായിട്ടുള്ളത്. ഇവർ രണ്ടുപേരും കൂടെ ഫ്ലൂട്ടൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കോ നിനക്ക് ഇതൊക്കെ അറിയാവുന്ന ചോദിക്കുമ്പോൾ ഞാൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്ന് പറഞ്ഞു പരസ്പരം ഇക്കിളൊക്കെ ഇട്ട് കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിപ്പിച്ച് പരസ്പരം കിസ് ചെയ്തൊക്കെ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെന്റ്. അത് ഓർക്കുമ്പോഴേക്കും അവന് ഭയങ്കര സന്തോഷമാണ്. ചിരിച്ചോണ്ടിങ്ങനെ അത് ഓർത്തിങ്ങനെ നിൽക്കും. അത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവന്റെ മുഖമൊക്കെ മാറി ഭയങ്കര സങ്കടമായിട്ട് നേരെ റൂമിൽ പോയി അവന്റെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിയെന്ന് ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആ പുള്ളി കൊടുത്ത മാലയില്ല അതൊക്കെ നോക്കി എന്നിട്ട് പറയും ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ കുറിച്ച് അവൻ ഓർത്തിങ്ങനെ കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങുമ്പോ ആ സ്വപ്നത്തില് ലവർ വരും. ലവറെ കണ്ടത് ഇവന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിച്ചെന്ന് ഹഗ് ചെയ്തിട്ട് പറയാം ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്ത്, എനിക്ക് നീ ഈ വിഷമം ഒന്നും സഹിക്കാനേ പറ്റുന്നില്ല, നീ ഇല്ലാത്ത ഈ ജീവിതം എനിക്ക് പറ്റുന്നേ ഇല്ല, നീ ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് പറ്റുന്നേ ഇല്ല, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനേ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ കണ്ണടച്ച് കണ്ണുറക്കുമ്പോ നീ എന്റെ അടുത്തില്ലെന്നറിയുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ, എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല ഈ വേദന, അതുകൊണ്ട് നീ പോകുമ്പോ നിന്റെ കൂടെ എന്നെയും കൊണ്ടുപോക്കോ, നീ ഇല്ലാതെ എനിക്ക് ഇവിടെ തനിച്ച് ജീവിക്കാനേ പറ്റുന്നില്ല, നീ എന്നെയും കൂടെ കൊണ്ടുപോകുമെന്ന് ഇങ്ങനെ പറയും. ഇവനിങ്ങനെ സങ്കടമായിട്ട് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴേക്കും അവന്റെ ലവർ പറയും നീ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, നീ എന്തിനാ ഇങ്ങനെ ആദ്യം നീ ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആയിട്ട് നടക്കുന്നത് നിർത്ത്, നീ അന്ന് നേരത്തെ വന്നാൽ പോലും എന്റെ ആയുസ് തീർന്ന് ഞാൻ മരിക്കുക തന്നെ ചെയ്യും, ഇപ്പൊ നിനക്ക് എല്ലാം മനസ്സിലായല്ലോ, വെറുതെ നീ കാരണോ ഞാൻ മരിച്ചത് എന്ന് പറഞ്ഞ് നീ നിൽക്കാതെ നീ ഇങ്ങനെ ജീവിക്കാതെ നീ ഹാപ്പി ആയിട്ട് ജീവിക്കേ, എന്നെ ഓർത്ത് നിന്റെ ജീവിതം നീ ഇങ്ങനെ നശിപ്പിക്കാതെ നിന്റെ ഹാർട്ട് തുറന്നു വെക്ക്, ഞാൻ നിന്നെ സ്നേഹിച്ചതിനെക്കാട്ടി അല്ല എന്നെക്കാട്ടി മേലെ നിന്നെ സ്നേഹിക്കുന്ന നിന്നെ നോക്കുന്ന ആരെങ്കിലും ഒരാൾ നിന്റെ ജീവിതത്തിലോട്ട് വരും, നീ അതിന്റെ ഹാർട്ട് തുറന്നു നീ വെക്ക്, ആരെങ്കിലും നിന്നെ എന്നെക്കാട്ടിലും നല്ലപോലെ നോക്കുന്ന ഒരാൾ വരും, നീ അതുകൊണ്ട് അവരുമായിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കണമെന്നൊക്കെ പറയും. ഇവനിങ്ങനെ അവനെ മറന്നിട്ട് മറ്റൊരാളെ സ്നേഹിക്കണമെന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ ചെറുക്കന് ഭയങ്കര സങ്കടമായിട്ട് കരയും. അവൻ കരയുന്ന കാണുമ്പോഴേക്കും ഇവനെന്ത് ചെയ്യും കണ്ണൊക്കെ തുടച്ചു കൊടുത്തിട്ട് പറയും നീ സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴല്ലേ എനിക്ക് സന്തോഷം വരത്തുള്ളൂ, നീ മറ്റൊരാളുമായിട്ട് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതെല്ലാം ഞാൻ മോളിരുന്ന് കാണും, നീ അതുകൊണ്ട് ഈ സങ്കടമൊക്കെ നിർത്തി നീ നിന്റെ ജീവിതം ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുക, നിന്റെ ഹൃദയം നീ മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു വെക്ക്, എന്നെക്കാട്ടി നിന്നെ
നിന്നെ സ്നേഹിക്കുന്ന നിന്നെ നോക്കുന്ന ഒരാൾ നിന്റെ ജീവിതത്തിലായിട്ട് വരും. നീ അയാളുമായിട്ട് നിന്റെ ജീവിതകാലം മുഴുവൻ നീ സന്തോഷമായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണണം. നീ എനിക്ക് സത്യം ചെയ്ത് താ, നീ അങ്ങനെ സന്തോഷമായിട്ട് ഇനി ജീവിക്കുമെന്ന് സത്യം ചെയ്ത് താന്നിങ്ങനെ പറയും. എന്നിട്ട് പറയാം എന്റെ സമയമായി, എനിക്കിപ്പോ പോകാനുള്ള സമയമായി, ഞാൻ പറഞ്ഞതുപോലെ നീ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് മറഞ്ഞു പോകും. ഇവനാണ് ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ ഇവൻ കണ്ണു തുറക്കുന്ന സ്വപ്നത്തിൽ നിന്ന് കണ്ണു തുറക്കുമ്പോ അവന്റെ കയ്യിൽ അവൻ എപ്പോഴും ഇവന് കൊടുക്കുന്ന ആ നീല കളറിലെ പൂവില്ല, അതുണ്ട്. അത് കാണുമ്പോൾ അവന് മനസ്സിലാവും ഭയങ്കര സന്തോഷമായിട്ടാണ് അതൊക്കെ പറഞ്ഞിട്ട് പോയെന്ന്. പക്ഷെ ചെറുക്കൻ ഭയങ്കര ശോകമായിട്ടിരിക്കുകയാണ്. ഈ സീൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവും. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറഞ്ഞില്ല, കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. എന്തിനാ വെറുതെ, നമുക്ക് എല്ലാം ഒരു ഹാപ്പി എൻഡിങ്ങിൽ കൊണ്ടു നിർത്താല്ലേ. അങ്ങനെ ഇവനാണെങ്കിൽ അവനെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറെ ദിവസങ്ങളൊക്കെ കടന്നുപോയി. വാലന്റൈൻസ് ഡേയും വരും. നമ്മുടെ ചെറുക്കനാണെങ്കിൽ ഒരു ടെറസിന്റെ മുകളിൽ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ ഇവന്റെ ലവർ ഇവനോട് പറഞ്ഞില്ലേ, നിന്റെ ഹാർട്ട് നീ മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം, എന്നെക്കാട്ടി നിന്നെ നോക്കുന്ന സ്നേഹിക്കുന്ന ഒരാൾ നിന്റെ ജീവിതത്തിലോട്ട് വരും, നീ അയാളുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, നീ പറഞ്ഞൊക്കെ ശരിയാണ്, ഞാൻ നിനക്ക് വേണ്ടി നീ കാണാൻ വേണ്ടി നീ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കാം. പക്ഷെ നീ എന്നെ സ്നേഹിച്ച പോലെ നീ എന്നെ നോക്കിയ പോലെ എന്നെ നോക്കാൻ ആര് വരുമെന്ന് പറയും. ആര് വരുമെന്ന്, നീ എന്താ ഞങ്ങളുടെ ജിയനെ പറ്റി വിചാരിച്ചിരിക്കുന്നത്, ഇപ്പൊ വരെ ഞങ്ങളുടെ ചെറുക്കനാണ്. ഇവനിങ്ങനെ ആലോചിച്ച് ചേരുമ്പോഴേക്കും നമ്മുടെ ജിയ അങ്ങോട്ട് വന്ന് ഇവന്റെ അടുത്ത് വന്നിരിക്കും. ജിയ ഇരിക്കുന്ന കണ്ടതുകൊണ്ട് തന്നെ ഇവൻ ചോദിക്കും, ഞാനിവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാന്ന് ചോദിക്കുമ്പോൾ ജിയ പറയും, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരെ എവിടെ കാണുമെന്ന് എനിക്ക് അറിയാതിരിക്കത്തില്ലല്ലോ എന്ന് പറയും. എന്റെ പൊന്നടാ, വാലന്റൈൻസ് ഡേക്ക് പറയാൻ പറ്റിയ ഡയലോഗാ ഇതൊക്കെ മനസ്സിലാക്കിയാ കൊള്ളാം. എന്നിട്ട് ജിയ പറയും, ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം നാളും നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണം, നിന്നെ നല്ലപോലെ നോക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു, ഞാൻ നിന്നെ നോക്കട്ടെ എന്ന് ചോദിക്കും. അതായത് അവന് ഇഷ്ടമാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. നമ്മുടെ ചെറുക്കനും മനസ്സിലാവും ഇവൻ പ്രപ്പോസ് ചെയ്യുകയാണ് എന്ന്. അവനാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നിന്റെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, അവരെ ഒന്നും മറക്കാൻ ഞാൻ നിന്നോട് പറയുന്നില്ല, നിന്റെ ജീവിതത്തിൽ വീണ്ടും ഒരു സന്തോഷം കൊണ്ടുവരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ആ സന്തോഷം തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്നത്. ഞാൻ എന്താ പറയാൻ വരുന്നത് നിനക്ക് മനസ്സിലായില്ല, നീ സ്നേഹിക്കുന്ന ആരെയാണോ അയാളെ മറക്കണ്ട, എനിക്ക് നിന്നെ സ്നേഹിക്കാനായിട്ട് ഒരു അനുവാദം മാത്രം നീ തന്നാ മതി എന്ന് പറയും. അയ്യോ, ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടാൻ ഭയങ്കര പാടല്ലേ. എന്നിട്ട് പറയും, നിന്നെ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് വെക്കണമെന്ന് എന്റെ ആഗ്രഹം, അതിനുവേണ്ടി ഞാൻ എന്റെ ബെസ്റ്റും കൊടുക്കും, നീ എനിക്ക് അതിനുവേണ്ടി ഒരു ചാൻസ് തരണമെന്ന് പറയും. ഇവനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചെറുക്കിന് ചെറിയൊരു ഹാപ്പി ഒക്കെ ഉണ്ട്, എന്നാലും വലിയ ഹാപ്പി ഒന്നുമില്ല. അവനെ ഒന്നും മിണ്ടാതെ ഇവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് വയ്ക്കും, വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാവോന്നല്ലേ നീ ചോദിക്കുന്നത്, ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യണം, പക്ഷെ ഒരു ഫ്ലവർ പോലും കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറയും. ഇത് കേട്ടെ നമ്മുടെ ജിയ എന്തെടുക്കും, പോക്കറ്റിൽ നിന്ന് ഒരു പൂവ് എടുത്ത് കൊടുക്കും. ആ പൂവ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ലവർ എപ്പോഴും ഇവന് കൊടുക്കത്തില്ല, നീല കളറിൽ അതേ ഫ്ലവർ തന്നെയാണ് ഇവനും കൊടുക്കുന്നത്. കൊടുത്തിട്ട് വയ്ക്കും, നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ഡ്യൂട്ടി ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോഴേക്കും അവൻ ഫ്ലവർ വാങ്ങിക്കും. അതായത് അവൻ ഓക്കെ ആണ്, പക്ഷെ അവന്റെ മുഖത്ത് വലിയ സന്തോഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, വലിയ സന്തോഷമൊന്നുമില്ല എന്ന് പറയും. ഓക്കെ എന്ന് മാത്രം പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജിയാക്ക് ഭയങ്കര സന്തോഷമാണ്. ജിയ നല്ലതായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയും, നിന്റെ കൈ എനിക്ക് തരാവോ, നിന്റെ കൈ ഞാനൊന്ന് പിടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ചെറുക്കൻ എന്തെങ്കിലും കൈ കൊടുക്കും. രണ്ടുപേരും ഇങ്ങനെ കൈ പിടിച്ചോണ്ട് ആകാശത്ത് ഇങ്ങനെ സ്റ്റാറൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പിള്ളേർ രണ്ടുപേരും അങ്ങനെ ഒരു വഴിക്ക് ഹാപ്പി ആയല്ലേ. പിള്ളേര് ഹാപ്പി ആയതുകൊണ്ട് ഞാനിനി ഒരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ ഹീറോയുടെ പേരുണ്ടല്ലോ, അതായത് നമ്മുടെ ഈ സ്റ്റോറിയിലെ നടന്റെ പേര് ഞാൻ മറന്നുപോയി. മറ്റേ സലിംകുമാർ ഒരു സിനിമയെ പറയുമല്ലോ, എന്റെ ഭാര്യയുടെ പേര് ഞാൻ മറന്നുപോയി, എന്ത് ചെയ്യാൻ, ആ ഭാര്യയുടെ ഒന്ന് പേരെന്തോന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, പിന്നെ ചക്കര പൊന്നെ കർല എന്നൊക്കെ വിളിച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അവളും ഹാപ്പി ഞാനും ഹാപ്പി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചെറുക്കതവിടെ ഇറക്കെന്ന് പറഞ്ഞ് ഞാനും അങ്ങ് കൊണ്ടുപോയി, ഞാനും ഹാപ്പി നിങ്ങളും ഹാപ്പി, എന്ത്. അങ്ങനെ പിള്ളേർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ചെറുക്കൻ എന്ത് ചെയ്യും, ജിയാനെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിലാലോചിക്കും, എനിക്ക് ജിയാനെ ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് എനിക്ക് നിന്നെ ഇഷ്ടമില്ലായിരിക്കൊന്നുമില്ല. അതായത് അവൻ അവന്റെ ലവറോട് പറയുന്ന രീതിയിൽ ഇഷ്ടമില്ലായിരിക്കൊന്നുമില്ല, നീ ആകാശത്ത് നിന്ന് നോക്കുമ്പോഴേക്കും ഞാൻ നിന്നോടുള്ള സ്നേഹമൊക്കെ നിർത്തിയിട്ട് ഇവനെ ഇഷ്ടപ്പെടുവാന്നൊന്നും നീ വിചാരിക്കരുത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇവനെ ഇഷ്ടമാണ്, നമ്മൾ തമ്മിലുള്ള സ്നേഹം ഒരിക്കലും വിട്ടുപോകത്തില്ല, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുപോലെ തന്നെ എനിക്ക് ജിയാനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ജിയാനെ നോക്കും. അതായത് ഇവൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ മറന്നിട്ടില്ല, അവൻ പറഞ്ഞില്ല വേറൊരാൾക്ക് വേണ്ടി ഹാർട്ട് തുറന്നു കൊടുക്കുന്നു, ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അവൻ ജിയാനെ ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചിട്ട് ജിയാനെ പറ്റിക്കല്ല, അവന് ജിയാനോട് ഇഷ്ടമുണ്ട്, അതാണ് അവൻ ചുരുക്കത്തിൽ ഒന്നിങ്ങനെ പറയുന്നത്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം നമ്മുടെ ജിയ എന്ത് ചെയ്യും, നമ്മുടെ ചെറുക്കനെ വിളിച്ചുകൊണ്ട് അവന്റെ ലവറിന്റെ കല്ലറെ വരുമ്പോഴേക്കും ഉടനെ ഇവൻ ചോദിക്കും, നീ എന്തിനാ എന്നെ ഇവിടോട്ട് വിളിച്ചോണ്ട് വന്നതെന്ന് ചോദിക്കും. പറയും, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ല, അതുപോലെ തന്നെ നീ നിന്റെ ലവറെ മറക്കാനൊന്നും ഞാൻ പറയുന്നില്ല, അവൻ നിന്നെ എങ്ങനെയാണ് നോക്കിയത് സന്തോഷമായിട്ട്, അതുപോലെ തന്നെ അവനെ നോക്കിയതുപോലെ തന്നെ നിന്നെ ഞാൻ സന്തോഷം
സന്തോഷമായിട്ട് നോക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് വെച്ചിട്ട് അവനൊരു പകരക്കാരനായിട്ടൊന്നും ഞാൻ വന്നേല്ല. അവൻ പോയപ്പോ നിനക്ക് നഷ്ടമായ സന്തോഷം എന്താണോ അതൊക്കെ നിനക്ക് തിരിച്ചു തരണോന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാൻ നിന്നോടും പ്രോമിസ് ചെയ്യുന്നു, അവനോടും പ്രോമിസ് ചെയ്യുന്നു. ഇതൊക്കെ അവനും കൂടെ അറിയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. നിന്റെ ജീവിതത്തിൽ നിന്നെ എപ്പോഴും ഞാൻ സന്തോഷമായിട്ട് തന്നെ വെക്കും. എന്റെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ ഞാൻ നിന്നെ സന്തോഷമായിട്ട് വെക്കും എന്ന് പറയും. ഇവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇവനും അവനും കൂടെ തമ്മിലുള്ള സ്നേഹവും അവനെ മറന്നിട്ട് ഇവനെ സ്നേഹിക്കണമെന്നോ അല്ലെ പഴയ കാര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞേക്കും എന്നുള്ള അർത്ഥത്തിലല്ല. ഇവന് എന്ത് സ്നേഹമാണ് നഷ്ടമായത് ആ സ്നേഹം ഇവൻ കൊടുക്കും. അവന് നഷ്ടപ്പെട്ട സന്തോഷം എന്താണോ അത് അവന് കൊടുക്കണമെന്ന് മാത്രമേ ഇവൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാ പറയുന്നത്. ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ലവർ മരിക്കുന്നെന്ന് ഇവൻ തിയേറ്ററിൽ പോകുമ്പോഴേക്കും ഇവൻ ആരെയോ രക്ഷിക്കാൻ പോകത്തില്ല. ഒരു ലേഡി കരയുന്ന കണ്ടിട്ട് ആ ലേഡി വേറെ ആരുമല്ല നമ്മുടെ ജിയയുടെ ബ്രദറിന്റെ വൈഫാണ്. അതായത് ജിയയുടെ ബ്രദറിന്റെ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവന്റെ ലവർ പോയി മരണപ്പെട്ടത്. ആ സീനാണ് കാണിക്കുന്നത്. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ജിയ എന്താണ് ഇവന്റെ പുറകെ ഇങ്ങനെ നടക്കാനുള്ള കാരണം എന്ന്. ജിയ എന്നിട്ട് ലവറിന്റെ കല്ലറിലോട്ട് നോക്കിയിട്ട് പറയും, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചത് നീയാണ്, എന്റെ ബ്രദറിന്റെ കുട്ടീനെ രക്ഷിച്ചത് നീയാണ്. നിന്നെ പോലെ ഇത്രയും ധൈര്യമുള്ള നല്ല മനസ്സുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. നിന്നോട് ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ പറയും. ജിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മാസുക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇവർ രണ്ടും കൂടി ഇങ്ങനെ സംസാരിക്കുന്നതല്ല നമ്മുടെ ലവർ തൊട്ടടുത്ത് നിന്ന് കേൾക്കുന്ന പോലെ ഒരു വിഷ്വല് കാണിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് കാണാൻ പറ്റത്തില്ല, അവന്റെ ആത്മാവ് അവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇവര് സംസാരിക്കുന്നതെല്ലാം അവൻ കാണുന്നുണ്ടോ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ രക്ഷിച്ച ആ ലേഡിയും കുട്ടിയായിട്ട് വരും. അപ്പൊ ആ ലേഡി പറയും, നിങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഹീറോ, നിങ്ങളാണ് ഞങ്ങളുടെ സന്തോഷം നിലനിർത്തിയത് എന്ന് പറയും. ലവർ രക്ഷിച്ച ആ കുട്ടീനെ നമ്മുടെ ജിയ എടുത്തിരിക്കുകയാണ്. ആ കുട്ടി അപ്പൊ എന്ത് ചെയ്യും, മാസുവിനെ നോക്കിയിട്ട് ഹഗ് ചെയ്യുന്ന പോലെ കാണിക്കും. മാസുവും അപ്പൊ ഇവനെ ഹഗ് ചെയ്യും. ഇവർ ഹാപ്പി ആയിട്ടൊരു ഫാമിലി ആയിട്ട് നിൽക്കുന്നത്. ലവർ ആണെങ്കിൽ മാറി ഇത് നോക്കി നല്ല സന്തോഷമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസമാണ്. നമ്മുടെ ജിയയുടെ ഓഫീസിൽ ഇരിക്കുകയാണ് മാസുവും ജിയാൻ കൂടെ. രണ്ടുപേരുടെ ഫുഡ് കഴിക്കാൻ ടേബിളിൽ ഇരിക്കുമ്പോൾ ആ ടേബിളിൽ 3 പ്ലേറ്റ് ഉണ്ട്. ഇങ്ങനെ 3 പ്ലേറ്റ് വെച്ചിരിക്കുന്ന കണ്ടിട്ട് മാസു ഉടനെ ജിയാടെ വയ്ക്കും, നിനക്ക് ഇക്കാര്യത്തിൽ ഓക്കെ അല്ലേന്ന് വയ്ക്കും. അതായത് മാസുവിന് ഇപ്പോഴും അവന്റെ ലവറോട് ഭയങ്കര സ്നേഹമുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇവന് മറ്റവനെ മറക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം ഇവനോട് സ്നേഹം ഇല്ല എന്നല്ലാന്ന്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ജിയ സന്തോഷമായിട്ട് തന്നെ പറയും, എനിക്കിതിൽ ഒരു കുഴപ്പമില്ല, നീ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ എനിക്കും ഹാപ്പിയാണ്, നീ സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രം മതി എന്ന് പറയും. സത്യമായിട്ടും ജിയാടെ പോലെ മനസ്സുള്ളവരെ കിട്ടാനാ പാടല്ലേ. ഞാനാണ് സമ്മതിക്കത്തില്ല, ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ സ്നേഹിക്കാനും പോകത്തില്ല. ഞാൻ ഭയങ്കര പൊസസീവ് ആയിട്ടുള്ള ഒരാളാ. എന്ത് പറയാ. ഉടനെ നമ്മുടെ മാസു എന്ത് ചെയ്യും, ജിയാട് പറയും കഴിക്കെന്ന് പറയും. എന്നിട്ട് നേരെ മറ്റേ അപ്പുറത്തെ പ്ലേറ്റ് ഉണ്ടല്ലോ, അതായത് ഇവന് ലവറായിട്ട് വെച്ചിരിക്കുന്ന ആ പ്ലേറ്റ് നോക്കിയിട്ട് പറയും നീയും കഴിക്കുന്ന പറയും. അപ്പൊ അവർക്ക് കാണാൻ പറ്റത്തില്ല, നമുക്ക് കാര്യം പിടികിട്ടാൻ വേണ്ടി അവിടെ ലവറിന് ഇരിക്കുന്നതായിട്ട് കാണിക്കും. അങ്ങനെ പിള്ളേര് അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷമായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ കുറെ ദിവസം കഴിയുമ്പോഴേക്കും ഒരു ദിവസം മാസുവും ജിയാങ്ങളുടെയും റൂമാണ് കാണിക്കുന്നത്. മാസു ആണെങ്കിൽ കട്ടിലേലും ജിയ താഴെയാണ് കിടക്കുന്നത്. രണ്ടുപേരും ഇങ്ങനെ കിടക്കുമ്പോൾ രണ്ടുപേർക്കും ഒരുമാതിരി ചമ്മലൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും മാസു തന്നെ പറയും, നീ എപ്പോഴും താഴെയല്ലേ കിടക്കുന്നത്, ഇന്ന് വന്ന് എന്റെ കൂടെ കിടക്കുമെന്ന് പറയും. അപ്പോഴേക്കും ജിയ പറയേ വേണ്ട, ഞാൻ താഴെ തന്നെ കിടന്നോളാന്ന് പറഞ്ഞിട്ട് ഇവൻ താഴെ കിടക്കും. മാസാണ് മേളിൽ ഇങ്ങനെ കിടക്കുമ്പോഴേക്കും അവന്റെ അടുത്ത് അവന്റെ ലവർ വന്ന് ഇങ്ങനെ പറയുന്നതായിട്ട് അവനിങ്ങനെ കേൾക്കും. ഞാനൊന്നും വിചാരിക്കത്തില്ല, നീ ജിയാനെ വിളിച്ച് നിന്റെ അടുത്ത് കിടത്ത്, ഞാൻ ഇവിടുന്ന് പോയേക്കാന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ജിയാക്കും കേൾക്കും, എന്തുവാ നീ മാസുവിന്റെ അടുത്ത് പോയി കിടക്ക്, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ ഇവിടുന്ന് പോയേക്കാന്ന്. അതായത് ഇവർക്കിടയിൽ ഒരു ഗ്യാപ്പായിട്ട് അവൻ നിൽക്കുന്നില്ല, അവൻ പോവാന്നുള്ള രീതിയിൽ പറയും. രണ്ടുപേർക്കും ഒരേ സമയം കേൾക്കുമല്ലോ, രണ്ടുപേരെയും മൈൻഡൊക്കെ ചേഞ്ച് ആയിരിക്കുവാണ്. അപ്പൊ ജിയ തന്നെ ആദ്യം ചോദിക്കും, ഞാനെന്നാ നിന്റെ കൂടെ വന്ന് കിടക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മാസു പറയും, ബാ നീ എന്റെ അടുത്ത് വന്ന് കിടക്കെന്ന് പറയും. ജിയ കട്ടിലെ വന്നിരുന്നിട്ട് ഭയങ്കര നാണോട്ട് ചോദിക്കും, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ മാസു തന്നെ കയറി അങ്ങ് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങളിപ്പോ ആലോചിക്കുന്നത് എനിക്കറിയാം, BL മൈൻഡ് അല്ലേ, നിങ്ങൾ വെറുതെ ഒന്നും കടന്ന് ചിന്തിക്കൊന്നും വേണ്ട. നമ്മുടെ മാസുവിന്റെ മെന്റലി അവൻ അതിനൊന്നും പ്രിപ്പയർഡ് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഹാപ്പി ആയിട്ട് പിള്ളേരെ ഹഗ് ചെയ്ത് നിൽക്കുന്നിടത്ത് വെച്ച് നമുക്ക് ഈ സ്റ്റോറിക്ക് അങ്ങ് എൻഡ് ചെയ്തേക്കാം. അടുത്തൊരു എപ്പിസോഡും കൂടെ ഉണ്ടാണ്, അതാണ് ഫൈനൽ എപ്പിസോഡ്. നമ്മുടെ പിള്ളേരെയൊക്കെ ജീവിതത്തിൽ ഇപ്പൊ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇപ്പൊ പ്രസന്റിൽ എന്താണ് നടക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായതെന്ന് കമന്റ് ചെയ്യുക. ബൈ ബൈ.